നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ BJPയെ ഇനി നയിക്കാൻ വനിതാ മുഖം. ML അശ്വിനി കാസർഗോഡ് ജില്ലാ BJPയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു. എഴുത്തുകാരൻ, വ്ളോഗർ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. സുജിത് കൊടക്കാടിനെതിരെയുണ്ടായ പാർട്ടി നടപടിയിൽ ഞെട്ടൽ. മംഗളൂരു കോട്ടേക്കാർ വ്യവസായ സഹകരണ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച 16 കിലോ സ്വർണം കൂടി പിടികൂടി. മുഖ്യപ്രതി ഷൺമുഖ സുന്ദരത്തിൽ നിന്നുമാണ് സ്വർണം കണ്ടെടുത്തത്. കാസർഗോഡ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസ്. 3 പേർ അറസ്റ്റിൽ. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി KB ഗണേഷ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു. ഗഫൂർ ഹാജിയുടെ മരണം. പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 പേരെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ BJPയെ നയിക്കാൻ ഇനി വനിതാ മുഖം. കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധേയയായ ML അശ്വിനിയാണ് കാസർഗോഡ് ജില്ലാ BJPയുടെ പുതിയ പ്രസിഡന്റ്. BJP ജില്ലാ ഓഫീസിൽ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ML അശ്വിനി പുതിയ ചുമതല ഏറ്റെടുത്തു. മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ശ്രദ്ധേയയാവുകയും ചെയ്ത അശ്വിനി ML BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റു. താളിപ്പടുപ്പിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതോടെ രവീശ തന്ത്രി കുണ്ടാർ പുതിയ പ്രസിഡന്റിന് ചുമതല കൈമാറി. കാസർഗോഡ് BJPയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് അശ്വിനി ML. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2,19,558 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ നിന്നും NDAയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥി എന്ന മികവും അശ്വിനിക്കുണ്ട്. നന്നായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് നമ്മൾ കാസർഗോഡ് ജില്ല ടോപ്പ് വന്ന ജില്ല ആവാൻ വേണ്ടി എല്ലാ ശ്രമം എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടും ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലയെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. BJP പറയുന്നത് പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ്. അതേപോലെ 33% റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് BJP. അതാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ 4 ജില്ലകളിൽ വനിതാ ജില്ലാ പ്രസിഡന്റ്മാരാണ്. അതേപോലെ നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്ന ശേഷം നമുക്ക് നിരവധി സ്കീംസാണ് മഹിളക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കുറേ നിരവധി സ്കീംസുകളാണ് മഹിളക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത്. അതേപോലെ ഇനിയും ഞാനൊരു മഹിളാ ജില്ലാ പ്രസിഡന്റ് ആയിക്കൊണ്ട് മഹിളക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ഇനിയും ഇവിടെ നരേന്ദ്രമോദി സ്വപ്നം എന്തുണ്ട് അതെല്ലാം ഞാൻ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. സ്ത്രീകൾക്ക് റിസർവേഷൻ എന്ന നിലയിൽ കാസർഗോഡ് ഉൾപ്പെടുത്തി അശ്വിനി MLനെ പ്രഖ്യാപിച്ചു. വളരെ സന്തോഷത്തിൽ സ്വാഗതം ചെയ്തതാണ്. ഇനി വരുന്ന 3 വർഷത്തിൻ്റെ ആ കാലയളവിൽ അശ്വിനി ML പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് സപ്പോർട്ട് ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഇനിയും ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇപ്പോൾ സന്തോഷത്തിൽ അവരെ വെൽക്കം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ചുമതലയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന വരണാധികാരിയും പാർട്ടി നേതാവുമായ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വരണാധികാരിയും BJP സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് S. സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ അധ്യക്ഷൻ രവീശ തന്ത്രി കുണ്ടാർ, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, ദക്ഷിണ കന്നഡ ജില്ലാ അധ്യക്ഷൻ സതീഷ് കുംബാല, ദേശീയ കൗൺസിൽ അംഗം സഞ്ജീവ ശെട്ടി, സംസ്ഥാന സമിതി അംഗങ്ങളായ സവിത ടീച്ചർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, മുൻ ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ മാസ്റ്റർ, V. രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. A. വേലായുധൻ സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അധ്യാപകൻ, എഴുത്തുകാരൻ, വ്ളോഗർ എന്നീ നിലകളിൽ പ്രശസ്തനായ സുജിത് കൊടക്കാടിനെതിരെയുണ്ടായ പാർട്ടി നടപടിയിൽ ഞെട്ടൽ.
ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കുന്നതോടൊപ്പം CPM ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കൂടി സുജിത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്. നേരത്തെ സുജിത് കൊടക്കാട് തന്റെ അധ്യാപന ജീവിതത്തിലെ ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത് വൈറലായി മാറുകയും ഇത് സുജിത്തിന് ബ്രോ മാഷ് എന്ന പേര് ചാർത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഒപ്പം CPM ഏരിയ കമ്മിറ്റി അംഗവും കൂടിയായിരുന്ന സുജിത് കൊടക്കാടിനെതിരെ പീഡന പരാതി ഉയർന്നതും ഇതിൽ പാർട്ടി കടുത്ത നടപടി സ്വീകരിച്ചതും വലിയ ഞെട്ടലുളവാക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ്. അധ്യാപകൻ, എഴുത്തുകാരൻ, വ്ളോഗർ എന്നീ നിലകളിൽ പ്രശസ്തനായ സുജിത്ത് വലിയ ജനപ്രീതിയുള്ള നേതാവും സമൂഹ മാധ്യമങ്ങളിൽ താരപരിവേഷമുള്ളയാളുമായിരുന്നു. എന്നാൽ ഇതൊക്കെ ഒറ്റയടിക്ക് നഷ്ടമാകുന്ന അവസ്ഥയാണ് സുജിത്തിനുണ്ടായിരിക്കുന്നത്. നേരത്തെ സുജിത് കൊടക്കാട് തൻ്റെ അധ്യാപന ജീവിതത്തിലെ ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് വഴി പങ്കുവച്ചത് വൈറലായി മാറിയിരുന്നു. അധ്യാപനം ഒരു കലയാണെന്ന് വ്യക്തമാക്കി പുസ്തകം തുറന്നുവെച്ച് ചൂരലോ വെള്ളച്ചോക്കോ കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു കളയാമെന്ന ധാരണയെ പൊളിച്ചെഴുതുന്ന വീഡിയോയായിരുന്നു സുജിത് കൊടക്കാട് പങ്കുവച്ചത്. ഇത് സുജിത്തിന് ബ്രോമാഷ് എന്ന പേര് ചാർത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുൾപ്പെടെ ഈ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. സുജിത് കൊടക്കാടിൻ്റെ മറ്റ് നിരവധി വീഡിയോകളും എഴുത്തുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ലൈംഗിക പീഡന ആരോപണവുമായി ഒരു യുവതി രംഗത്തെത്തുകയും ഇത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് വഴിതെളിയിക്കുകയും ചെയ്തതോടെയാണ് സുജിത്തിനെതിരെ പാർട്ടി നടപടിയുണ്ടായത്. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നീക്കുന്നതോടൊപ്പം CPM ഏരിയ കമ്മിറ്റിയിൽ നിന്നുകൂടി സുജിത്തിനെ പുറത്താക്കി. സുജിത്തിന് നിലവിൽ പാർട്ടി പ്രാഥമികാംഗത്വം മാത്രമാണുള്ളത്. സുജിത്തിനെതിരെ മറ്റു ചില സ്ത്രീകളും സമാനമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നതായും പരാതികളുടെ എണ്ണം ഇനിയും കൂടുമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ഇക്കാര്യത്തിൽ ഇതുവരെ പോലീസിൽ ഔദ്യോഗിക പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പീഡന പരാതിയെ തുടർന്ന് CPM തരം താഴ്ത്തിയതിന് പിന്നാലെ സുജിത് കൊടക്കാടിനെതിരെ ഗുരുതര ആരോപണങ്ങളുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി യുവതി രംഗത്ത്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളെയാണ് സുജിത് കൂടുതലായും വലയിലാക്കിയതെന്നും ഞെട്ടിക്കുന്നതായിരുന്നു സുജിത് ഉപദ്രവിച്ച ഓരോ സ്ത്രീകളുടെയും അനുഭവങ്ങളെന്നും യുവതി FB പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. ഈ FB പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. സുജിത് കൊടക്കാടിനെതിരെ നടന്നത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസത്തിൻ്റെ പേരിൽ നടന്ന ട്രാപ്പാണെന്ന് അയാൾ ആരോടൊക്കെയോ പറഞ്ഞതായി അറിഞ്ഞു. അതിൽ വ്യക്തത വരുത്തുവാനാണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതിയുടെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഇത്രയും കാലം അധ്യാപകൻ, എഴുത്തുകാരൻ, വ്ളോഗർ എന്നീ നിലകളിൽ പ്രശസ്തനായ സുജിത് കൊടക്കാടിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന തരത്തിൽ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുന്ന പോസ്റ്റിൽ തങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ യാതൊരുവിധ രാഷ്ട്രീയവുമില്ലെന്നും സ്ത്രീപക്ഷമാണ് ഇത്തരം വിഷയങ്ങളിലെ തങ്ങളുടെ രാഷ്ട്രീയമെന്നും യുവതി വ്യക്തമാക്കുന്നുണ്ട്. അതിജീവിതയായ വ്യക്തി പങ്കുവെച്ച മോശമായ അനുഭവത്തിൽ ഏറ്റവും മോശം അവസ്ഥയിൽ സഹായിക്കുവാനെന്ന വ്യാജേനെ കൂടെ ചേർന്ന് അവരെ പ്രണയം പറഞ്ഞ് എതിർപ്പിനെ പോലും വകവയ്ക്കാതെ പീഡിപ്പിച്ച ശേഷം അത് വീഡിയോ പകർത്തി ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലും യുവതി നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ സുജിത്ത് നിരവധി പേരെ വലയിലാക്കിയതായും പരാതികൾ ഉയരാതിരിക്കുവാൻ വിവാഹിതരായവരെയാണ് വാഗ്ദാനമുൾപ്പെടെ നൽകി വഞ്ചിച്ചതെന്നും ട്യൂഷൻ സെന്റർ നടത്തുന്ന കാലം മുതൽ തന്നെ സുജിത്തിന് ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടായിരുന്നതായി മറ്റുള്ളവർ പറഞ്ഞ് അറിഞ്ഞതായും യുവതി പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നു. നാളെ ഒരു ദിവസം, അത് എത്ര കാലം കഴിഞ്ഞിട്ടായാലും ഇപ്പോഴത്തെ മാനസികാവസ്ഥ മാറി ഇയാളെ നിയമപരമായി തന്നെ ശിക്ഷിക്കണമെന്ന് പരാതിയുള്ളവർ ആരെങ്കിലും പറഞ്ഞാൽ അന്ന് കേസുമായി അവർക്കൊപ്പം നിൽക്കുമെന്ന ശക്തമായ പിന്തുണയും അതിജീവിതമാർക്ക് പോസ്റ്റിലൂടെ യുവതി നൽകുന്നുണ്ട്. ഗൗരവം മനസ്സിലാക്കി പാർട്ടി പെട്ടെന്ന് തന്നെ സ്വീകരിച്ച നടപടിയെ പ്രശംസിക്കുന്ന പോസ്റ്റിൽ പാർട്ടിയുടേത് കൃത്യമായി കാര്യം മനസ്സിലാക്കിക്കൊണ്ടുണ്ടായ സ്ത്രീപക്ഷമായ നടപടിയെന്നും പറയുന്നുണ്ട്. പാർട്ടി നടപടിക്ക് മുൻപേ കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്നും വരാനിരിക്കുന്ന മാതൃഭൂമി ഫെസ്റ്റിൽ നിന്നുമൊക്കെ തങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് സുജിത്തിനെ നീക്കം ചെയ്ത കാര്യവും യുവതി പോസ്റ്റിൽ വിശദീകരിക്കുന്നു. സുജിത് കൊടക്കാടിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മംഗളൂരു കോട്ടേക്കാർ വ്യവസായ സഹകരണ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച 16 കിലോ സ്വർണം കൂടി പിടികൂടി. കേസിലെ മുഖ്യപ്രതി ഷൺമുഖ സുന്ദരത്തെ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്നും മംഗളൂരു CCB അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ സങ്കേതത്തിൽ നിന്നുമാണ് 4 ബാഗുകളിലായി സൂക്ഷിച്ച നിലയിലുണ്ടായിരുന്ന 16 കിലോ സ്വർണം പിടികൂടിയത്. കേസിൽ ഇതോടെ അന്വേഷണ സംഘം 18.5 കിലോ സ്വർണം കണ്ടെടുത്തു.
കഴിഞ്ഞ 17-ാം തീയതി ഉച്ചയ്ക്ക് 1-നും 1:15-നുമിടയിലായിരുന്നു മംഗളൂരുവിലെ കോട്ടേക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ കവർച്ച നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ബാങ്ക് ജീവനക്കാരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കവരുകയായിരുന്നു. കർണാടകയെ പിടിച്ചു കുലുക്കിയ സംഭവത്തിൽ മംഗളൂരു CCB കവർച്ചാ സംഘത്തെ കണ്ടെത്തുവാൻ ഊർജിത അന്വേഷണം നടത്തുകയും ഉടൻ തന്നെ സംഘത്തിലെ 3 പേരായ മുംബൈ സ്വദേശി ജോഷ്വ രാജേന്ദ്രൻ, ചെമ്പൂർ തിലക് നഗർ സ്വദേശി കണ്ണൻ മണി, തമിഴ്നാട് തിരുവണ്ണാമലൈ പത്മനരി സ്വദേശി മുരുകൻ തേവർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ഇവരിൽ നിന്നും 2.5 കിലോ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർക്കായി അന്വേഷണം തുടരവേ കേസിലെ പ്രധാന സൂത്രധാരനെന്ന് സംശയിക്കുന്ന ഷൺമുഖസുന്ദരം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലുണ്ടെന്ന് അറിയുകയും ഇവിടെയെത്തി ഇയാളെ പിടികൂടി സങ്കേതത്തിൽ നിന്നും 4 ബാഗുകളിലായി സൂക്ഷിച്ച നിലയിലുണ്ടായിരുന്ന 16 കിലോ സ്വർണം കൂടി അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തു. കൂടാതെ 3.5 ലക്ഷം രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. തിരുനെൽവേലിയിൽ നിന്നും ഷൺമുഖത്തെ മംഗളൂരുവിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചു. വളരെ സുരക്ഷയോടെയാണ് പ്രതിയെയും സ്വർണവും മംഗളൂരുവിൽ എത്തിച്ചത്. കേസിൽ മൊത്തം അന്വേഷണ സംഘം 18.5 കിലോ സ്വർണം കണ്ടെടുത്തു. ഇതോടെ കവർച്ച പോയ എല്ലാ സ്വർണവും വീണ്ടെടുത്തതായാണ് വിവരം. കവർച്ചയിൽ നേരിട്ട് പങ്കാളികളായ 3 പേർ കൂടി ഇനി പിടിയിലാകുവാനുണ്ട്. ഇവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങളുമായി റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭിച്ചു. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ 14,000-ലധികം വരുന്ന റേഷൻ വ്യാപാരികളാണ് സമരരംഗത്തുള്ളത്. സമരത്തെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ എല്ലായിടങ്ങളിലും റേഷൻ കടകൾ അടഞ്ഞുകിടക്കുകയാണ്. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ റേഷൻ വ്യാപാരികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ വേതനവും ഉടൻ വിതരണം ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരം നടത്തുന്നത്. റേഷൻ വ്യാപാരികളുടെ സമരത്തെ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ എല്ലായിടങ്ങളിലും റേഷൻ കടകൾ അടഞ്ഞുകിടക്കുകയാണ്. സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം സമരസമിതി രക്ഷാധികാരി ശങ്കർ ബെള്ളിഗെ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ AKRRBA കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് സതീശൻ ഇടവേലി അധ്യക്ഷത വഹിച്ചു. വി ലോഹിതാക്ഷൻ, വിജയൻ നായർ, രവി കീഴൂർ, വസന്ത ഷേണായ്, പ്രദീപ് മാടക്കൽ, ഖാദർ തെരുവത്ത്, EK അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. PA അബ്ദുൽ ഗഫൂർ സ്വാഗതവും രമേശൻ കോട്ടൂർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പിന്നോക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ 76ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും നടന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. റിപ്പബ്ലിക് ദിന പരേഡിൽ 20 പ്ലാറ്റൂണുകളാണ് അണിനിരന്നത്. ലോക്കൽ പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, NCC എന്നിവർ പരേഡിൽ അണിനിരന്നു. പരേഡിന് ഡോക്ടർ O അപർണ നേതൃത്വം നൽകി. സ്പെഷ്യൽ ബ്രാഞ്ച് കാസർഗോഡ് സബ് ഇൻസ്പെക്ടർ M സദാശിവൻ സെക്കൻഡ് കമാൻഡറായിരുന്നു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജില്ലയ്ക്ക് അഭിമാനമായ വ്യക്തിത്വങ്ങളെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ആദരിച്ചു. രാജ്യത്ത് പട്ടിക ഗോത്രവർഗക്കാർ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ നമ്മൾ 200 വർഷത്തിലധികം ഉണ്ടായിരുന്ന അടിമത്തത്തിൽ നിന്ന് മോചനം നേടിയ നമ്മൾ ഒരുപടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഇനിയും ഇതുകൂടെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. ആ യാത്രയിൽ നമ്മൾ ഏറ്റവും മുന്നോട്ട് ഉയർത്തിപ്പിടിക്കേണ്ടത് ആദിവാസികളടക്കമുള്ള ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കേണ്ടിയിരിക്കുകയാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ചുമതലയായി നമ്മൾ ഏറ്റെടുക്കണം.
രാജ്യത്തിൻ്റെ അകത്തും പുറത്തുനിന്നുമുള്ള തീവ്രവാദ ഭീകരവാദ ഭീഷണികളെ രാജ്യം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് അണങ്കൂരിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. കാസർഗോഡ് SI പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാസർഗോഡ് അണങ്കൂർ JP നഗറിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി തലക്കടിച്ചും മർദ്ദിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 3 പേരെ കാസർഗോഡ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മിഥുൻ രാജ്, നവീൻ കുമാർ, ദിനേശ എന്നിവരാണ് അറസ്റ്റിലായത്. അണങ്കൂർ JP നഗർ സ്വദേശിയായ വിജേഷിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കഴിഞ്ഞ ജനുവരി 23 രാത്രി 8:30 കേസിനാസ്പദമായ സംഭവം. വിജേഷ് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ മിഥുൻ രാജ്, നവീൻ കുമാർ, ദിനേശ എന്നിവരും കണ്ടാൽ അറിയാവുന്ന മറ്റ് 2 പേരും ചേർന്ന് തടഞ്ഞു നിർത്തുകയും കോളറിൽ പിടിക്കുകയും മുഖത്തടിക്കുകയും ഹെൽമറ്റ് കൊണ്ടും മരവടി കൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് കേസ്. സംഭവത്തിൽ പ്രതികൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. DYSP CK സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് SI പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബേക്കൽ ബീച്ച് പാർക്കിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചു. ഖൽബിലെ ബേക്കൽ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതി ആരംഭിക്കുമെന്നും KSRTC ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്നും വ്യവസായ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ബേക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു ടൂർ പ്രോഗ്രാം നടത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് രാവിലെ കണ്ടപ്പോൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ അവരതിൻ്റെ എവിടെയൊക്കെ പോകണം എന്നെഴുതിയൊരു കടലാസ് തന്നിട്ടുണ്ട്. നാളെ മുതൽ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഈ സ്ഥലങ്ങളിൽ പോയി ഒരു ബഡ്ജറ്റ് ടൂറിസം സർവീസ് KSRTCയുടെ, അതായത് KSRTCയുടെ ചാർജല്ല, വേറെ ചാർജ് ആയിരിക്കും. രാവിലെ പുറപ്പെട്ടാൽ പോകുന്ന വഴിക്കുള്ള ആഹാരം, മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ബഡ്ജറ്റ് ടൂറിസം സംവിധാനത്തിൻ്റെ ഒരു പഠനം നടത്തിക്കൊണ്ട് ഇതിൽ ഒരു ട്രിപ്പായി നടത്തണോ അതോ ഒരു 2ആയി തിരിച്ചിട്ട് 2 ട്രിപ്പായിട്ട് നടത്തണോ എന്നുള്ളതിന് പഠിക്കാനായിട്ട് അവരെ ഇന്ന് തന്നെ ചുമതലപ്പെടുത്തും KSRTCക്കാരെ. സാമൂഹ്യ ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ മികവ് തെളിയിച്ചവരെയും വ്യവസായ സംരംഭകരെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉൾപ്പെടെ ജനപ്രതിനിധികളും മറ്റ് പ്രമുഖരുമുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുതിയ വഴിത്തിരിവിൽ. പൂച്ചക്കാട്ടെ ഉവൈസ്, ഷമ്മാസ് എന്നീ 2 പേരെ കൂടി കേസിൽ പ്രതി ചേർത്തതോടെയാണ് അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് എത്തിയത്. ഗൾഫിലുള്ള ഈ 2 പേരെയും നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം നടപടി ആരംഭിച്ചു. പ്രവാസി വ്യവസായിയും പള്ളിക്കര പൂച്ചക്കാട് ഫാറൂഖിയ മസ്ജിദിന് സമീപം താമസക്കാരനുമായ MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ സംഘം 2 പേരെ കൂടി പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉവൈസ്, ഷമ്മാസ് എന്നിവരെയാണ് പുതുതായി പ്രതി ചേർത്തത്. DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൊസ്ദുർഗ് കോടതിയിൽ സമർപ്പിച്ചു. കേസിൽ അറസ്റ്റിലായ PM ഉവൈസ്, ഭാര്യ ഷമീന എന്ന ജിന്നുമ, PM അസ്നിഫ, ആയിഷ എന്നിവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഉവൈസ്, ഷമ്മാസ് എന്നിവർക്ക് കൂടി കൊലപാതകത്തിൽ ബന്ധമുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ 2 പ്രതികളും കേസിൽ മുഖ്യപ്രതികളുടെ സഹായികളായിരുന്നുവെന്ന് സംശയിക്കുന്നു. 2 പ്രതികളും നിലവിൽ ഗൾഫിലാണുള്ളത്. ഇവരെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക്നിക്കൽ ഫെസ്റ്റ് ജനുവരി 29, 30 തീയതികളിൽ നടക്കും. വിവിധ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 140-ൽ പരം വിദ്യാർത്ഥികൾ പ്രൊജക്ട് അവതരണം ഉൾപ്പെടെ മത്സര പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ദൈനംദിനം നേരിടുന്ന പല പ്രശ്നങ്ങളിലും പരിഹാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും വിദ്യാർത്ഥികൾ രൂപകൽപ്പന നിർവഹിച്ചതുമായ സാങ്കേതിക ഉപകരണങ്ങളും പ്രൊജക്ടുകളും കോളേജിൽ നടക്കുന്ന ടെക്നോവ 25 ടെക്നിക്കൽ ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തും. കേരളത്തിലെ പോളിടെക്നിക്കുകളിലെയും മത്സര വിഭാഗത്തിൽ ന്യൂഡൽഹിയിലെയും കർണാടകയിലെയും വിവിധ നഗരങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കും. വിവിധ ബ്രാഞ്ചുകളിലെ ലബോറട്ടറികളിലെ ഉപകരണങ്ങൾക്കും ടെക്നോവയിൽ 1 ലക്ഷം രൂപ പ്രൈസ് മണി വിവിധ വിഭാഗങ്ങളിലെ മത്സര വിജയികൾക്ക് നൽകും. എക്സ്പോ, ഐഡിയാത്തോൺ, പൈക്വസ്റ്റ്, ബെസ്റ്റ് മാനേജർ, ബഗ് ബസ്റ്റർ, ടെക്ടാക്, സർക്യൂട്ട് ക്രേസ്, മോക്ക് പ്രസ്, ക്യാപ്ചർ ദി ഫ്ലാഗ്, മൈൻഡ് മാറ്റ്. എക്സ്പോ, ഐഡിയാത്തോൺ, പൈക്വസ്റ്റ്, ബെസ്റ്റ് മാനേജർ, ബഗ് ബസ്റ്റർ, ടെക്ടാക്, സർക്യൂട്ട് ക്രേസ്, മോക്ക് പ്രസ്, ക്യാപ്ചർ ദി ഫ്ലാഗ്, മൈൻഡ് മാസ്റ്റേഴ്സ് തുടങ്ങിയ പൊതു ഇനങ്ങളിലാണ് മത്സരം. വിവിധ വകുപ്പ് സ്റ്റാളുകൾക്ക് പുറമെ വിമൻ സെൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2 ദിവസത്തെ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ജനുവരി 29 രാവിലെ 10 എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ JS സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും. ജനുവരി 30 വൈകുന്നേരം സമാപന ചടങ്ങിൽ VK ബാവ സമ്മാനദാനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഭാഗ്യശ്രീ ദേവി, വൈസ് ചെയർമാൻ U രാജേഷ്, ജനറൽ കൺവീനർ TK വിജിത്, പ്രോഗ്രാം കൺവീനർ വിനോദ്, പ്രചാരണ കമ്മിറ്റി കൺവീനർ CV ബിനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആക്മി സ്പോർട്സ് ക്ലബിന്റെ ആതിഥേയത്വത്തിൽ 2 ആഴ്ചയായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്നുവന്ന അന്തർജില്ലാ സായാഹ്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ FC പുഞ്ചക്കാട് ജേതാക്കളായി. കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് വലിയപറമ്പ് സെലക്ടഡ് ക്ലബിനെയാണ് പരാജയപ്പെടുത്തിയത്. C റഷീദ്, MB മുത്തലീബ് എന്നിവരുടെ സ്മരണാർത്ഥം തൃക്കരിപ്പൂർ പഞ്ചായത്ത് ബോർഡ് മുൻ പ്രസിഡന്റ് VPP മുഹമ്മദ് കുഞ്ഞി പട്ടേലർ സ്മാരക ട്രോഫിക്കും 1/2 ലക്ഷം രൂപ പ്രൈസ് മണിക്കുമായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ വാശിയേറിയ ഫൈനലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് FC പുഞ്ചക്കാട് കിരീടം ചൂടിയത്. ഗ്രാമീണ തലത്തിൽ കളിച്ചു വളരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് അവസരമുണ്ടാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച ആക്മി ഫുട്ബോൾ ടൂർണമെന്റിൽ നാട്ടുകാരായ കളിക്കാർക്കാണ് മുൻഗണന നൽകിയത്. മികച്ച കളിക്കാർക്കും ഗോൾ കീപ്പർക്കും വ്യക്തിഗത സമ്മാനങ്ങൾ നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിന് മുൻപ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണലുകളായ M മുഹമ്മദ് റാഫിയും M സുരേഷും കളിക്കാരെ പരിചയപ്പെട്ടു. ഇതിൽ നമുക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ടൂർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ സുരേഷ് ചേട്ടനും അതുപോലെ കൂട്ടുകാരൻ ഷഫീഖ്, അതുപോലെ ആനന്ദേട്ടൻ, അഷ്റഫ്, എല്ലാവരും ഉണ്ട് ഇവിടെ ഈ വേദിയിൽ. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഒരുപാട് നമ്മുടെ തൃക്കരിപ്പൂരിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ സംഘാടക സമിതിയിൽ ആക്മിയിൽ തന്നെ ഞങ്ങളൊക്കെ കളിച്ചു വരുന്ന ആക്മിയിൽ തന്നെ ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് ഏർപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷം. പ്രാദേശിക ടൂർണമെൻറ്റിലൂടെയാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. കാരണം ഞാൻ രജിസ്ട്രാർ സുഭാഷ് കാട്ടും 2 ക്ലബ്ബുകളാണ് കളിച്ചിട്ടുള്ളത്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ടായിരുന്നു പ്രാദേശികമായിട്ടുള്ള. ഇന്ന് ഞാനും കലശമ്പൂരിനൊക്കെ കളിച്ചിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ വളർച്ച പ്രാദേശിക ഫുട്ബോൾ എന്നാണ്. പിന്നെ ഇവിടെ ഫൈനൽ വെച്ചപ്പോൾ തന്നെ 2 ടീമിലും ഒരുപാട് നല്ല കളിക്കാരുണ്ടായിട്ടുണ്ട്. അതിന് മനസ്സിലാക്കാൻ പറ്റും ഓരോ സ്കില്ലും ഓരോ എല്ലാ കഴിവുകളും. അപ്പോൾ ഇങ്ങനെ ടൂർണമെന്റിൽ ഇനിയും ഒരുപാട് ക്ലബ്ബുകൾ ഇങ്ങനെ ടൂർണമെന്റ് നടത്തണം. സമാപന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. പ്രൈസ് മണിയും ട്രോഫിയും M മുഹമ്മദ് റാഫിയും M സുരേഷും ചേർന്ന് സമ്മാനിച്ചു. MT അഷ്റഫ്, VPP ഷഫീഖ്, ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ, E ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഉർമേസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽ കുമാർ KC ദേശീയ പതാക ഉയർത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളോടെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽ കുമാർ KC ദേശീയ പതാക ഉയർത്തി. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷതയെന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന് അദ്വിതീയ സ്ഥാനമാണുള്ളതെന്നും രാജ്യത്തിന്റെ യശസ്സ് കാത്തുസൂക്ഷിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
പ്രഥമാധ്യാപകരായ പൂർണിമ SR, സിന്ധു ശശീന്ദ്രൻ, അധ്യാപകർ, മറ്റ് ജീവനക്കാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. വിദ്യാർത്ഥികളായ നേഹ ഫാത്തിമ സ്വാഗതവും ശ്രീക സനത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാനഗർ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽചെയർ വിതരണം ചെയ്തു. ചെർക്കള സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു വീൽചെയറുകൾ വിതരണം ചെയ്തത്. ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാനഗർ ജനമൈത്രി പോലീസുമായി സഹകരിച്ച് അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള 55ാമത് വീൽചെയർ വിതരണം ചെർക്കള സെൻട്രൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സിവിൽ സീനിയർ ജഡ്ജ് രുക്മ S. രാജ് ഉദ്ഘാടനം ചെയ്തു. ചിറക് എന്ന കൂട്ടായ്മ ഇന്ന് 55ാമത്തെ വീൽചെയറാണ് വിതരണം ചെയ്യുന്നത്. അവരുടെ മോട്ടോ ഞാൻ ശ്രദ്ധിച്ചു. പറക്കാൻ പറ്റാത്ത പറവകൾക്ക് കൈത്താങ്ങ എന്നൊരു മോട്ടോ ആണ് അവരുടേത്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മോട്ടോ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാം പറ്റുന്ന ആളുകൾക്ക് നമ്മുടെ കുറവുകൾ എന്താണെന്ന് മാത്രമാണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്, അല്ലേ? നമുക്ക് കൈയും കാലും കണ്ണും മൂക്കും ചെവിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അങ്ങനെയുള്ളവരൊക്കെയും അതുകൊണ്ട് മാത്രം നമ്മൾ തളയ്ക്കപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. PTA പ്രസിഡന്റ് ഹനീഫ് കനിയടക്കം അധ്യക്ഷത വഹിച്ചു. NA ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ NA അബൂബക്കർ, കാസിം BPC, ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ NA മഹമ്മൂദ്, മുഹമ്മദ് അലി, SI വിജയൻ, രാജേഷ് പാടി തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ വിനോദ് കുമാർ സ്വാഗതവും അബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ 4ാം സംസ്ഥാന സമ്മേളനം മാണിക്കോത്ത് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എബ്രഹാം തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് ഒന്നിനൊന്നും വിട്ടുനിന്ന് നമ്മുടെ സംഘടന എന്നുള്ള വളരെ പരിമിതമായ ഒരു തട്ടകത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ സംഘടനാപരമായ ഒരു കരുത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് എല്ലാവരും ഒന്നിച്ച് യോജിച്ച് അണിനിരക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ സമൂഹത്തിൽ സംഘടനാ ശേഷി വളരെ പ്രധാനമാണ്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഉണ്ണി മഞ്ചേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ജിജോ ജോസ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ഇൻചാർജ് R. രവീന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. ദേവരാജൻ പ്രമേയാവതരണം നടത്തി. സ്വാഗത സംഘം ജനറൽ കൺവീനർ KV സുഗതൻ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ M. സജേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് നടന്നു. നമ്പ്യാരടുക്കം NSBC സ്റ്റേഡിയത്തിലാണ് ഷട്ടിൽ ടൂർണമെന്റ് നടന്നത്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം DYFI മധുരക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റി, CPIM മധുരക്കാട് ബ്രാഞ്ച് കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ നമ്പ്യാരടുക്കം NSBC ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഹരിഹരൻ അധ്യക്ഷനായി. ചിത്താരി ലോക്കൽ സെക്രട്ടറി P. കൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ശോഭ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ A. പവിത്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് A. ഗംഗാധരൻ, കായിക സബ് കമ്മിറ്റി അംഗം സജിത് മാസ്റ്റർ, DYFI മേഖലാ സെക്രട്ടറി V. ശനൽകുമാർ, CPIM നമ്പ്യാരടുക്കം ബ്രാഞ്ച് സെക്രട്ടറി P. K. പ്രകാശൻ, മധുരക്കാട് ബ്രാഞ്ച് സെക്രട്ടറി K. ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. EV അഭിലാഷ് സ്വാഗതവും V. സബിൻ നന്ദിയും പറഞ്ഞു. 29 ടീമുകൾ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റിൽ മാറ്റുരച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ കൺവെൻഷൻ അടോട്ട് AKG ഭവനിൽ വെച്ച് നടന്നു. വെള്ളിക്കൂത്ത് ജംഗ്ഷനിൽ ഡിവിഷൻ പ്രസിഡന്റ് PR രാജു പതാക ഉയർത്തിയതോടെയാണ് ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ കൺവെൻഷന് തുടക്കമായത്. തുടർന്ന് CITU ജില്ലാ സെക്രട്ടറി ഉണ്ണി നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം UK പവിത്രൻ, ഏരിയ പ്രസിഡന്റ് M. പൊക്ലൻ, ഏരിയ സെക്രട്ടറി CH കുഞ്ഞമ്പു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സരസൻ പെരളം, കരുണാകരൻ ചാമുണ്ടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. രക്തസാക്ഷി പ്രമേയം ഷാജി നോർത്തും അനുശോചന പ്രമേയം ഹരീഷ് പെരളം എന്നിവരും അവതരിപ്പിച്ചു.
സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ രാജീവൻ കണ്ണിക്കുളങ്ങരയും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി PR രാജു കുശാൽ നഗറിനെയും സെക്രട്ടറിയായി ഉണ്ണി പാലത്തിങ്കാലിനെയും വൈസ് പ്രസിഡന്റായി ഹരീഷ് പിറളത്തെയും ജോയിന്റ് സെക്രട്ടറിയായി കൃപേഷ് ഇട്ടമലിനെയും ട്രഷററായി രാജീവ് കണ്ണിക്കുളങ്ങരയെയും തെരഞ്ഞെടുത്തു. ഇന്ധനവില കുറയ്ക്കുക, മോട്ടോർ വാഹന നിയമ ഭേദഗതി 2019 തെറ്റായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ദേശീയാടിസ്ഥാനത്തിൽ ക്ഷേമനിധി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ മാർച്ച് 24 നടക്കുന്ന പാർലമെന്റ് മാർച്ച് വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. വെള്ളിക്കോത്ത് കിഴക്കുംകര റോഡ് മെക്കാഡം ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുക, അടൂട്ട് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുക, സംസ്ഥാന ഹൈവേയിലെ ചാമുണ്ടിക്കുന്ന് ജംഗ്ഷനിൽ ഡിവൈഡർ സ്ഥാപിച്ച് അപകടങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ BJPയെ ഇനി നയിക്കാൻ വനിതാ മുഖം. ML അശ്വിനി കാസർഗോഡ് ജില്ലാ BJPയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു. എഴുത്തുകാരൻ, വ്ളോഗർ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. സുജിത് കൊടക്കാടിനെതിരെയുണ്ടായ പാർട്ടി നടപടിയിൽ ഞെട്ടൽ. മംഗളൂരു കോട്ടേക്കാർ വ്യവസായ സഹകരണ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച 16 കിലോ സ്വർണം കൂടി പിടികൂടി. മുഖ്യപ്രതി ഷൺമുഖ സുന്ദരത്തിൽ നിന്നുമാണ് സ്വർണം കണ്ടെടുത്തത്. കാസർഗോഡ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യുവാവിനെ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസ്. 3 പേർ അറസ്റ്റിൽ. രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം പ്രൗഢമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി KB ഗണേഷ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു. ഗഫൂർ ഹാജിയുടെ മരണം. പുതുതായി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ 2 പേരെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.